ICDയെ കുറിച്ച് അറിഞ്ഞത് ഫ്രണ്ട്സിൽ നിന്നാണ്. അവരെല്ലാം ബാങ്ക് കോച്ചിങ്ങിന് പോകാൻ നിൽക്കുമായിരുന്നു. ഞാൻ മാത്രം PG PhD അങ്ങനെ എടുത്ത് പോകാനായിരുന്നു പ്ലാൻ. അതിൻ്റെ റിസൾട്ട് ലേറ്റ് ആവുന്നതുകൊണ്ട് വെറുതെ വീട്ടിലിരിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് കോച്ചിങ്ങിന് വന്നതാണ്. ഇപ്പോൾ കിട്ടിയേക്കണ എനിക്ക് IDBI JAM എന്ന് പറഞ്ഞുള്ള എക്സാമാണ്. +2 വിട്ട മാത്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് ബേസ് മൾട്ടിപ്ലിക്കേഷൻ തൊട്ടിട്ട് സ്റ്റാർട്ടാക്കിയത്. എൻ്റെ പേര് റുക്സാന നജീം. ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാൻ BSc അഗ്രികൾച്ചറാണ് പഠിച്ചത്. 2023 ഞാൻ പാസ് ഔട്ട് ആവുന്നത്. 23 തന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ്ലി ICDയിൽ ജോയിൻ ചെയ്യുന്നതായിരുന്നു. ICDയെ കുറിച്ച് അറിഞ്ഞത് ഫ്രണ്ട്സിൽ നിന്നാണ്. അവരെല്ലാം ബാങ്ക് കോച്ചിങ്ങിന് പോകാൻ നിൽക്കുമായിരുന്നു. ഞാൻ മാത്രം PG PhD അങ്ങനെ എടുത്ത് പോകാനായിരുന്നു പ്ലാൻ. അതിൻ്റെ റിസൾട്ട് ലേറ്റ് ആവുന്നതുകൊണ്ട് വെറുതെ വീട്ടിലിരിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് കോച്ചിങ്ങിന് വന്നതാണ്. കോച്ചിങ്ങിന് വരുന്നതിന് മുന്നേ ബാങ്കിൽ എന്താണ് പഠിക്കേണ്ടത്, ബാങ്കിൻ്റെ എന്താണ് സിലബസ് ഒന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ഇംഗ്ലീഷ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, റീസണിങ് ഉണ്ട് എന്നറിയുന്നത്. കൂടാതെ മെയിൻസിന് കറണ്ട് അഫയേഴ്സ് ഉണ്ടെന്ന് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടാണ് ഞാൻ അറിയുന്നത്. ആദ്യത്തെ 6 മാസം എനിക്ക് പറയാനുള്ളത് ഭയങ്കര ക്രൂഷ്യലാണ്. കാരണം അഗ്രി ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് മാത്സ് ആയിട്ട് ഒരു ടച്ചും ഇല്ലായിരുന്നു. +2 കഴിഞ്ഞ +2 വിട്ട മാത്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് ബേസ് മൾട്ടിപ്ലിക്കേഷൻ തൊട്ടിട്ട് സ്റ്റാർട്ടാക്കിയത്. ലോങ് മൾട്ടിപ്ലിക്കേഷനും ലോങ് ഡിവിഷനും ഒന്നും എനിക്ക് മറന്നു പോയിരുന്നു. സ്ക്വയർ റൂട്ട് എടുക്കാനൊക്കെ മറന്നു പോയിരുന്നു. ഇവിടെ വരുമ്പോൾ തന്നെ സെക്കൻഡ് ക്ലാസ് ക്വാണ്ടിറ്റേറ്റീവിൻ്റെ സെക്കൻഡ് ക്ലാസ് തൊട്ടേ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാനാണെങ്കിലും ഡിവിഷൻ ചെയ്യാനാണെങ്കിലും ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാനാണെങ്കിലും എളുപ്പത്തിന് അനുശ്രീ മിസ്സും ഷമീം സാറും പറഞ്ഞു തന്നു. അത് വലിയ ഉപകാരപ്പെട്ടു. കാരണം പിന്നെ അങ്ങോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ക്വസ്റ്റ്യൻസ് എടുത്തെഴുതാതെ തന്നെ നമ്മൾ മനസ്സിലിട്ടാണെങ്കിലും ആൻസർ മാത്രം ഷീറ്റിൽ വരുന്ന രീതിയിലാണ് പിന്നെ ചെയ്തത്. പിന്നെ റീസണിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റീസണിങ് ഐഡിയ ഇല്ലായിരുന്നു. പുതുമയായിരുന്നു റീസണിങ്. പസിൽസൊക്കെ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. പസിൽസ്, സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ. പക്ഷേ ഇവിടുത്തെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്ലാസ്സിൽ വളരെ ബേസ് മെറ്റീരിയൽ ആയിരുന്നു. അതൊന്നും ഫസ്റ്റ് ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട്. പിന്നെ ചെയ്യണം, ഒരു ഫണ്ണായിട്ട് തോന്നി റീസണിങ് ചെയ്ത് വന്നപ്പോൾ. പിന്നെയൊക്കെ ഒരുപാട് മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒരു 3-4 മന്ത്സ് കഴിയുമ്പോൾ തന്നെ ലെവൽ നന്നായിട്ട് ഇൻക്രീസ് ചെയ്തു റീസണിങ്ങിൻ്റെ. പക്ഷേ കോണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോണ്ടിലെ ആദ്യത്തെ ടോപ്പിക്ക് 3 സാറുമാരും എടുക്കുന്ന ബേസ് ലെവലാണ്. അത് കഴിഞ്ഞിട്ട് ഓരോ മെറ്റീരിയലിൻ്റെയും ലെവൽ കൂട്ടി തന്നെ കൊണ്ടുവരും. അപ്പം ഒരു ടോപ്പിക്കിൻ്റെ തന്നെ ഒരു 3-4 ലെവലിൻ്റെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടാവും ആദ്യത്തെ ഒരു 6 മന്തിനുള്ളിൽ തന്നെ. പിന്നെ 6 മാസം ഞാനിവിടെ ലീവ് എടുത്തിട്ടില്ല. അതെനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാരണം ബേസ് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് അനുസരിച്ചിരിക്കും നമ്മൾ പിന്നെയുള്ള അങ്ങോട്ടുള്ള നമുക്ക് ബേസ് അറിയില്ലെങ്കിൽ പിന്നെ ആ ബേസ് പഠിക്കാൻ തന്നെ പിന്നെയും എടുക്കും കുറച്ച് സമയം. അതുകൊണ്ട് ആദ്യമേ ബേസ് സെറ്റാക്കിയിട്ട് വേണം നമ്മൾ മെയിൻസിലോട്ടാണെങ്കിലും പിന്നെയുള്ള വേറെ പരിപാടിയിലോട്ടാണെങ്കിലും പോകാൻ. അതുകൊണ്ട് 6 മാസം എപ്പോഴും ക്രൂഷ്യലായിട്ട് തന്നെ കൊണ്ടുപോവുക. ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് എനിക്ക് ഗ്രാമർ വലിയ കുഴപ്പമില്ലായിരുന്നു വന്നപ്പോൾ തന്നെ. പക്ഷേ വേർഡ്സ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. പ്രിലിംസ് ലെവൽ വേർഡ്സ് പോലെയല്ല മെയിൻസ് ലെവൽ വേർഡ്സ് മെയിൻസ് എഴുതി തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത്. മെയിൻസിലെ വേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത വേർഡ്സാണ്. ആദ്യമൊക്കെ അതൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഇവിടുന്ന് തന്നെ RK സാറിൻ്റെ ക്ലാസ്സിൽ സാറ് ഓരോ പാസേജ് വായിച്ചിട്ട് ഓരോ സെൻറ്റൻസിൻ്റെ അർത്ഥം വെച്ചിട്ട് സാറിൻ്റെ ക്ലാസ് നല്ല സമയം എടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ്സിലും ഓരോ സെൻറ്റൻസും വായിച്ചിട്ട് അതിന് എക്സ്റ്റൻഷൻ ബാച്ച് ആണെങ്കിലും എത്ര സീനിയർ ബാച്ച് ആണെങ്കിലും ഓരോ സെൻറ്റൻസും വായിച്ചിട്ടാണ് സാറ് പറയണത്. സോ സെൻറ്റൻസ് ബ്രേക്ക് ചെയ്ത് നമ്മൾ പറയുമ്പോൾ ഗ്രാമർ ആണെങ്കിലും ഓരോരോ സ്റ്റോപ്പിൽ എങ്ങനെ എറേഴ്സ് കണ്ടുപിടിക്കുന്നു, ക്ലോസ് സെൻറ്റൻസ് ആണെങ്കിലും എല്ലാം നമുക്ക് ഈസി ആയിട്ട് RK സാറിൻ്റെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാവാറുണ്ട്. പിന്നെ സാറ് വേർഡ്സ് പറയുമ്പം സെപ്പറേറ്റ് ഒരു ബുക്കിൽ എഴുതി വെക്കാറുണ്ടായിരുന്നു. സോ അത് നമ്മൾ ഓരോ ദിവസം ഇത്രയും വേർഡ്സ് പഠിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ റുട്ടീനായി പോയി കഴിഞ്ഞാൽ ആ വേർഡ്സ് ഓൾറെഡി നമുക്ക് മനസ്സിലുണ്ടാവും. പിന്നെ സെൻറ്റൻസ് വായിക്കുമ്പം നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ വേർഡ്സൊക്കെ. പിന്നെ ന്യൂസ് പേപ്പറിൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് ന്യൂസ് പേപ്പർ വായിക്കണ ശീലമേ ഇല്ലായിരുന്നു. ഞാനൊരു 10 വരെ
ലോക്കൽ ന്യൂസ് പേപ്പർ വായിച്ചതല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ന്യൂസ് പേപ്പർ എടുക്കാറേ ഇല്ലായിരുന്നു. ഇവിടെ വന്നിട്ടാണ് ജെകെൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലാണ് ന്യൂസ് പേപ്പർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും അതിൽ എത്രത്തോളം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നത്. എസ്പെഷ്യലി എഡിറ്റോറിയൽ പേജ് ആണെങ്കിൽ നമുക്ക് എസ്സേ റൈറ്റിംഗ് ഉള്ള ഒരുപാട് എക്സാംസ് നമുക്കുണ്ട്. സോ ആ എക്സാമിനാണെങ്കിൽ പോയിരിക്കുമ്പോൾ നമുക്ക് അറിയാത്ത ടോപ്പിക്സ് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഒരു എഡിറ്റോറിയൽ ആകുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് അവർ ഇടുന്നത്. സോ നമുക്കത് വായിക്കുമ്പോൾ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് കിട്ടും, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കിട്ടും, കറണ്ട് അഫയേഴ്സ് കിട്ടും. സോ നമുക്ക് ഈസി ആയിട്ട് ആ ലിമിറ്റഡ് ടൈമിനുള്ളിൽ എസ്സേ എഴുതാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ലെറ്റർ റൈറ്റിംഗ്. പിന്നെ ഇൻ്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ നമ്മൾ എസ്സേ റൈറ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ല. നമ്മൾ കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് ഇംഗ്ലീഷ് പറയാനൊരു ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 2023 വന്നപ്പോൾ തന്നെ എനിക്ക് IBPS സ്പെഷ്യലിസ്റ്റ് ഓഫീസറിൻ്റെ ഇൻ്റർവ്യൂ വരെ പോയിരുന്നു ഒരു 3 months കഴിഞ്ഞപ്പം. അത് ആ 3 months ബേസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് പ്രിലിംസ് കിട്ടിയത്. അപ്പോൾ ഒന്നും എനിക്കൊന്നും അറിയില്ലായിരുന്നു മെയിൻസ് എങ്ങനെ ആയിരിക്കും എന്നൊന്നും. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ ഇൻ്റർവ്യൂവിലെത്തി. ജെകെൻ്റെ ഇൻ്റർവ്യൂ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എനിക്ക്. കാരണം എല്ലാ ഓവറോൾ അന്ന് ആ ഒരു ഇയർ നടക്കണ കറണ്ട് അഫയേഴ്സ് ഫുള്ള് ജെകെ ഇൻ്റർവ്യൂ ക്ലാസ്സിൽ ജെകെ സാറ് കവർ ചെയ്യുമായിരുന്നു. സോ അത് കഴിഞ്ഞപ്പോൾ കിട്ടാണ്ടായപ്പോൾ ഞാൻ പിന്നെയും ആദ്യം മുതൽ പ്രിലിംസിലോട്ട് ഇറങ്ങി. ഇപ്പോൾ കിട്ടിയേക്കണ എനിക്ക് IDBI ജാം എന്ന് പറഞ്ഞുള്ള എക്സാമാണ്. IDBI ജാം ആക്ച്വലി കഴിഞ്ഞ ഡിസംബറിലായിരുന്നു എക്സാം. അത് കഴിഞ്ഞ് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പിന്നെ മെഡിക്കൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ജോയിനിങ് ലെറ്റർ എനിക്ക് കോഴിക്കോടാണ് വന്നേക്കുന്നത്. ഇനി ICDയിൽ വരാനുള്ള ആസ്പിറൻസിനോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് നോക്കാനാണെങ്കിൽ മാത്രം ടൈം പാസിന് വന്ന കുറേ പേരെ എനിക്കറിയാം. സോ സീരിയസ് ആയിട്ട് നോക്കാനാണെങ്കിൽ ആദ്യത്തെ ചിലപ്പോൾ 1 വർഷം കിട്ടിയില്ല എന്ന് വിചാരിച്ച് പോകുന്നവരും ഉണ്ട്. സോ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന റുട്ടീന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു അത്രത്തോളം റിസൾട്ട് നമ്മൾ ലാസ്റ്റ് നമുക്ക് കിട്ടും. ആദ്യമൊക്കെ പാടായി തോന്നും, ആദ്യമൊക്കെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ ട്രാക്കിലാവാൻ പാടായി തോന്നും. പക്ഷേ ഒരു 1 year ഒക്കെ കഴിയുമ്പോൾ ആക്ച്വലി പിന്നെ പ്രിലിംസ് തുടങ്ങുമ്പം കിട്ടിക്കൊണ്ടേയിരിക്കും. മെയിൻസിലോട്ട് ഇറങ്ങുമ്പോഴേക്കും നമ്മൾ ഓക്കെ ആവും എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരും. സോ കിട്ടുന്ന വരെ ഇവിടുന്ന് പോകരുത് എന്നാണ് പറയാനുള്ളത്. താങ്ക് യു.